നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് കൺവേഴ്സ് മിഡ് പോയിൻറ്റ് തിയറത്തെ പറ്റിയാണ്. കൺവേഴ്സ് മിഡ് പോയിൻറ്റ് തിയറം. ഓക്കെ, എന്താണ് കൺവേഴ്സ് മിഡ് പോയിൻറ്റ് തിയറം? അത്ര വലിയ ടഫുള്ള കാര്യമൊന്നുമല്ല. അതായത് നേരത്തെ പോലെ ട്രയാങ്കിൾ എ ബിയുടെ മിഡ് പോയിൻ്റായ ഡിയിൽ നിന്നും ഒരു ലൈൻ ഇങ്ങനെ പോകുന്നുണ്ട്. ഓക്കെ, അത് സെക്കൻഡ് സൈഡായി ബി സിക്ക് പാരലാണ് ഈ ലൈന്. അപ്പം ഡി എന്ന് പറയുന്ന മിഡ് പോയിൻറ്റിൽ നിന്ന് ഒരു ലൈൻ ഇങ്ങനെ പോകുന്നുണ്ട്, ബി സിക്ക് പാരലാണ്. അത് തേർഡ് സൈഡിനെ ബൈസെക്റ്റ് ചെയ്യുന്നു. ഇവിടെ ഈന് പേര് കൊടുക്കാം. തേർഡ് സൈഡിനെ ബൈസെക്റ്റ് ചെയ്യുന്നു. അതായത് ഒരു സൈഡിൻ്റെ മിഡ് പോയിൻറ്റ് അവിടെ നിന്ന് ലൈന് പാസ് ചെയ്യുന്നു. സെക്കൻഡ് സൈഡായി ബി സിക്ക് പാരലായിട്ടാണ് ആ ലൈന്. തേർഡ് സൈഡിനെ ബൈസെക്റ്റ് ചെയ്യുന്നു. ബൈസെക്റ്റ് എന്ന് വെച്ചാൽ ഈക്വൽ ആക്കുന്നു. അതിനർത്ഥം ഈ ഒരു മിഡ് പോയിൻ്റ് ആണ്. അപ്പം നേരത്തെ പറഞ്ഞ തിയറത്തിന് നേരെ ഒന്ന് തിരിച്ചു പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു തിയറം നമുക്ക് പ്രൂവ് ചെയ്യാനൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അത് നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഓക്കെ, ഫോർ ദാറ്റ് നമുക്ക് ഇവിടുന്ന് ഡി നമുക്ക് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങനെ പോവാം. ഡി നമുക്കിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് സിയിൽ നിന്ന് നമുക്കവിടെ ജോയിൻ ചെയ്യിപ്പിക്കാം. ഇവിടെ നൈമ് എഫ് എന്ന് കൊടുക്കാം. ഡിയിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്തു, സിയിൽ നിന്ന് ഇവിടെ ജോയിൻ ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ബി സി എഫ് ഡി എന്ത് പറയാം? ബി സി എഫ് ഡി ഈസ് ഒരു പാരലലോഗ്രാമായിട്ട് പറയാം. ബി സി എഫ് ഡി ഒരു പാരലോഗ്രാമായിട്ട് നമുക്ക് പറയാം അല്ലേ. ഡി എഫിന് പാരലാണ് ബി സി. ഓക്കെ, അപ്പോൾ പാരലോഗ്രാമിൻ്റെ അർത്ഥം നമുക്കറിയാം, ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ബി ഡി ഈക്വൽ ടു സി എഫ് എന്ന് എഴുതാം അല്ലേ. അതേപോലെ തന്നെ ഡി മിഡ് പോയിൻ്റ് ആയതുകൊണ്ട് എ ഡിയും ബി ഡിയും ഈക്വൽ അല്ലേ. ഡി മിഡ് പോയിൻ്റ് ആണ്, അപ്പോൾ എ ടു ഡി ആൻഡ് ഡി ടു ബി ഈക്വൽ ആയിരിക്കും അല്ലേ. എ ഡി ഈസ് ഈക്വൽ ടു ബി ഡി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബി ഡിയും സി എഫും ഈക്വലാണ്, ബി ഡിയും എ ഡിയും ഈക്വലാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബി ഡിക്ക് ഈക്വലാണ് എ ഡി എങ്കിൽ എ ഡിയും സി എഫും ഈക്വലാന്ന് പറഞ്ഞൂടെ. ബി ഡിയും സി എഫും ഈക്വലാണ്, ബി ഡിയും എ ഡിയും ഈക്വലാണ്. അങ്ങനെയാണെങ്കിൽ എ ഡിയും സി എഫും ഈക്വലാന്ന് നമുക്ക് എഴുതിക്കൂടെ. എ ഡി ഈക്വൽ ടു സി എഫ്, അത് നമുക്ക് 1 ആയിട്ട് അവിടെ എഴുതാം. ഓക്കെ, ഇത് രണ്ടും ഈക്വലാണ്, ഇത് രണ്ടും ഈക്വലാണ്. 1ഉം 2ഉം ഈക്വലാണ്, 1ഉം 3ഉം ഈക്വലാണ്. അങ്ങനെയാണെങ്കിൽ 2ഉം 3ഉം ഈക്വലാണ് നമുക്ക് എഴുതാം അല്ലേ. അതേപോലെ തന്നെ അപ്പോൾ നമുക്കത് 1 ആയിട്ട് അവിടെ എഴുതാം. അതേപോലെ തന്നെ ഒരു പാരലോഗ്രാമിൻ്റെ ആംഗിൾസിൻ്റെ പ്രത്യേകത നമുക്കറിയാം, ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വലാണ്. അതായത് ഈ ആംഗിളും ഈ ആംഗിളും ഈക്വലാണ് നമുക്ക് പറയാമല്ലേ. സി എഫ് ഇ ഈക്വൽ ടു ആംഗിൾ സി ബി ഡി അല്ലേ. എന്താ റീസൺ? ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് എ പാരലോഗ്രാം, ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ പാരലോഗ്രാം. ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ പാരലോഗ്രാം ആണ് സി എഫ് ഇ എന്ന് പറയുന്ന ഇതും സി എഫ് ഡി. പാരലോഗ്രാമിൽ സി എഫ് ഡി എന്ന് പറയുന്ന ഈ ആംഗിളും സി ബി ഡി എന്ന് പറയുന്ന ഈ ആംഗിളും ഓപ്പോസിറ്റാണ്. അതേപോലെ തന്നെ ഇതും ഒരു പാരലൽ ലൈൻസ് ആണ് അല്ലേ. പാരലൽ ലൈൻസിന് ഇതൊരു ട്രാൻസ്വേഴ്സൽ ആയാൽ ഇതും ഈക്വൽ ആയിരിക്കും അല്ലേ. അതായത് ആംഗിൾ എ ഡി ഇയും ഈക്വൽ ടു ആംഗിൾ സി ബി ഡിയും. അതെന്താ? കറസ്പോണ്ടിങ് ആംഗിൾസ് ആണല്ലേ. നമ്മൾ എഫ് രൂപത്തിൽ ലൈൻസ് ആൻഡ് ആംഗിൾസ് പഠിച്ചിട്ടുണ്ട്, എഫ് രൂപത്തിൽ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയർ ഇത്. അപ്പോൾ ഇത് രണ്ടും ഈക്വലാണ്, ഇത് രണ്ടും ഈക്വലാണെങ്കിൽ ഈ രണ്ടും ഈക്വലാണ് നമുക്ക് പറഞ്ഞൂടെ. സി എഫ് ഡിയും സി ബി ഡിയും ഈക്വലാണ്. അതേപോലെ തന്നെ ഇതും ഈക്വലാണ്. അപ്പം നമുക്ക് എന്താ അറിയാം?
ആംഗിൾ എ ഡി ഇ ഈക്വൽ ടു ആംഗിൾ സി എഫ് ഇ അല്ലേ? നമുക്കിതിൽ നിന്ന് കിട്ടിയതാണത്. നമുക്കത് രണ്ടായിട്ട് എഴുതാം. എ ഡി ഇയും സി എഫ് ഇയും അത് രണ്ടും ഈക്വലാണ്. നമുക്കങ്ങനെ രണ്ട് കാര്യങ്ങൾ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കിയാൽ ഇതൊരു ട്രയാങ്കിളാണ്, ഇതൊരു ട്രയാങ്കിളാണ്. ഇനി നമുക്ക് നേരെ കോൺഗ്രുവൻസി പോവാം. അതായത് ട്രയാങ്കിൾ എ ഡി ഇയും ആൻഡ് ട്രയാങ്കിൾ സി എഫ് ഇയും, എ ഡി ഇയും സി എഫ് ഇയും. അതിൽ നമുക്ക് എന്തൊക്കെയാണ് അറിയാം? ആംഗിൾ എ ഡി ഇ ഈക്വൽ ടു ആംഗിൾ സി എഫ് ഇ. നമ്മൾ രണ്ടാമത്തെ ഇക്വേഷൻ ഫ്രം എന്ന് ബ്രാക്കറ്റിൽ എന്ത് കൊടുക്കാം? ഫ്രം ഇക്വേഷൻ നമ്പർ 2 നമ്മളത് പ്രൂവ് ചെയ്തതാണ്. അതേപോലെ തന്നെ നമുക്ക് എന്തറിയാം? എ ഡിയും സി എഫും ഈക്വലാണ്. നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്തിട്ടുണ്ടല്ലേ? എ ഡി ഈക്വൽ ടു സി എഫ് എവിടുന്ന? ഫ്രം ഇക്വേഷൻ നമ്പർ 1. അപ്പോൾ ഒരു സൈഡായി ഒരു ആംഗിളായി. ഇനി ഇവിടുത്തെ രണ്ട് ലൈൻ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിളും ഈക്വൽ ആയിരിക്കുമല്ലേ? അതായത് എ ഇ ഡിയും ഈക്വൽ ടു ആംഗിൾ സി ഇ എഫ്. എന്താ റീസൺ? വെർട്ടിക്കൽ ഓപ്പോസിറ്റ് ആംഗിൾസ് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം? ഒരു ആംഗിളുണ്ട്, ഇവിടെ ഒരു ആംഗിളുണ്ട്, ഒരു സൈഡുണ്ട്. എ എ എസ് ട്രയാങ്കിൾ എ ഡി ഇ കോൺഗ്രുവൻ്റ് ടു ട്രയാങ്കിൾ സി എഫ് ഇ. വിച്ച് റൂൾ? എ എ എസ് റൂൾ പ്രകാരം ഇത് രണ്ടും കോൺഗ്രുവൻ്റാണ് നമ്മൾ പ്രൂവ് ചെയ്തു. അങ്ങനെയെങ്കിൽ ഈ രണ്ട് സൈഡ് ഈക്വലാണ് അല്ലേ? അങ്ങനെ ഈ ആംഗിളും ഈക്വലാണ്. അപ്പോൾ നമുക്ക് അറിയാം ഈ ആംഗിളിന് നേരെ ഓപ്പോസിറ്റ് വരുന്ന ഈ സൈഡും അതിന് ഈക്വലാണല്ലോ ഈ ആംഗിൾ. ഈ ആംഗിൾ നേരെ ഓപ്പോസിറ്റ് വരുന്ന ഈ സൈഡും ഈക്വലാണെന്ന് എഴുതിക്കൂടെ? അതായത് സി ഇ ഈക്വൽ ടു എ ഇ നമുക്ക് എഴുതാം. കാരണം സി പി സി ടി എന്ത് എഴുതാം? ഹെൻസ് വി പ്രൂവ്ഡ്. ഓക്കെ.